ഇപ്പൊ നിലമ്പൂര് പരസ്യ പ്രചാരണമൊക്കെ കഴിഞ്ഞു, കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ റെസ്റ്റ് എടുത്ത് പതുക്കെ ഇപ്പോൾ നമ്മുടെ ക്ലിഫ് ഹൗസിലോട്ട് എത്തുകയാണ്, അല്ലെങ്കിൽ ഔദ്യോഗിക ഓഫീസിലോട്ട് എത്തുകയാണ്. അദ്ദേഹത്തെ അവിടെ ആരോ കാത്തിരിക്കുന്നുണ്ടല്ലോ, ആരാണത്? അല്ല, അദ്ദേഹം തലസ്ഥാനത്ത് എത്താൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന യോഗേഷ് ഗുപ്ത ആയിരിക്കും. നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. അപ്പോൾ യോഗേഷ് ഗുപ്ത കാത്തിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ഇവിടുന്ന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അദ്ദേഹത്തിനോടൊരു ഉപാധി ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് DGP ആകാൻ താല്പര്യമില്ലല്ലോ എന്ന് പറയാമോ എന്ന്. അതായത് പപ്പടം ചെറുത് വേണോ അതോ വലുത് മതിയോ, ആ ഒരു ലൈനിൽ. അതെ, അത് ചോദിക്കാൻ എന്ത് യോഗ്യത എന്നാണ് നമ്മളെ പൊതുസമൂഹം ഇന്നലെ ചോദിച്ചത്. അത് നമ്മളിലൂടെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ, ഭരണം മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഓരോരോ പൊളിറ്റീഷ്യൻസ് ഭരണത്തിൽ വരുമ്പോൾ കഴിവുള്ള ഉദ്യോഗസ്ഥരെ വെട്ടുന്നത് നാം എല്ലാം കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതിനു മുമ്പ് TP സെൻകുമാറിനെ ഇവർ വെട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആര്? ഈ LDF സർക്കാർ അല്ലെ? അപ്പോ കാലാകാലങ്ങളിൽ അങ്ങനെ വെട്ടിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ 6 പേരുടെ പേരാണ് ഇപ്പോൾ DGP തസ്തികയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ അർഹതയുള്ള ഒരാളാണ് ഇദ്ദേഹം, ഈ യോഗേഷ് ഗുപ്ത. ഈ യോഗേഷ് ഗുപ്തയെ പറഞ്ഞോളൂ. യോഗേഷ് ഗുപ്ത പഴയ വിജിലൻസിന്റെ മേധാവി. അതെ. അപ്പൊ ഈ യോഗേഷ് ഗുപ്തയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് ഈ സർക്കാരിന് പൂർണ്ണമായും ബോധ്യമാണ്. അപ്പോൾ യോഗേഷ് ഗുപ്തയെ എടുത്ത് മടിയിലിരുത്തിയാൽ, അല്ലെങ്കിൽ ഈ സ്ഥാനം കൊടുത്താൽ, ദർവേഷ് സാഹിബിനെ പോലെ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിങ്ങനെ വെറുതെ പോകുന്ന ഒരു ഓഫീസർ അല്ല എന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. അതെ അതെ. അല്ല, അതെങ്ങനെ ബോധ്യപ്പെടാൻ എന്താ മുന്നനുഭവം വല്ലതും ഉണ്ടായില്ല? അല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും അത് പറഞ്ഞു. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായ ഏറ്റവും വലിയൊരു അവമതിപ്പാണ് ഈ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം. അതെ. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. കാര്യം അവർക്ക് ഇപ്പോൾ സുപ്രീം കോടതി വരെ ഈ കേസ് എത്തിയപ്പോഴത്തേക്കും ഉണ്ടായിരിക്കുന്നത്, ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്ന വൻ തിരിച്ചടിയാണ്. കാര്യം നാളിതുവരെ പിന്നെ ഈ പറയുന്ന പോലെ പ്രേം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, CPMന്റെ ചരിത്രം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്ന പാർട്ടിയെ നിഷ്പക്ഷമായി ആരെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ, അതിനോട് നിഷ്പക്ഷമായി പ്രതിഫലിച്ച് ഇല്ലാതെ നിന്നിട്ടുണ്ടോ, അവരെ എല്ലാം പച്ച മലയാളത്തിൽ മുണ്ടുപൊക്കി കാണിച്ച പാർട്ടിയാണ് CPM. മുണ്ടുപൊക്കി കാണിച്ച പാർട്ടിയാണ്. അത് ഞാനെന്നല്ല, നമ്മുടെ പല സുഹൃത്തുക്കളും, കണ്ണൂരുള്ള സുഹൃത്തുക്കൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നവീൻ ബാബു. അതാണ് CPMന്റെ കൾച്ചർ. അത്തരത്തിൽ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPMനുണ്ടായ കളങ്കം അവർക്ക് തീരാത്ത രീതിയിൽ അവർ കാണിക്കും. കാര്യം ആ കളങ്കം ഉണ്ടാക്കി വെച്ച PP ദിവ്യ എന്ന് പറയുന്ന അവരെല്ലാം കാണിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയോ, ഈ നമ്മൾ വിഷയം മാറി പോകുന്നതല്ല, ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ആരാണ് അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്കറിയും? CPM തന്നെയാണ്. അതെ. പത്തനംതിട്ട എന്ന സ്ഥലം മാറ്റം. അതായത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ഏറ്റവും എഫിഷ്യന്റ് ആയ ഉദ്യോഗസ്ഥരുള്ളത് ഇടതുപക്ഷത്തിനാണ്. അത് നിങ്ങൾക്കറിയാം, പ്രേമനറിയാം. അതായത് എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മെഷീനറി, അതായത് ഇവിടെ നടക്കുന്ന ഭരണം ഏറ്റവും ഭംഗിയായി നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരുള്ള അവരുടെ കയ്യിലാണ്. ഒരു പിടി ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുണ്ട്. ഈ രണ്ടാമത് ഭരണം, അതായത് ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ കയ്യിൽ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. അപ്പൊ വേരി തന്നെ വിളവ് തിന്നുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത്, ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാം പെട്രോൾ പമ്പ് ഉണ്ടാക്കി, പെട്രോൾ ഈ പറയുന്ന ബങ്ക് ഉണ്ടാക്കി, ഇവർക്കെല്ലാം ഉണ്ട് പെട്രോൾ പമ്പ്. നിങ്ങൾ ഇവിടുന്ന് നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ണൂർ അങ്ങ് കാസർഗോഡ് നിന്ന് പോയി നോക്കിക്കേ, ഒരു 100 ബങ്ക് കാണാം, 100 പെട്രോൾ ബങ്ക് കാണാം. ഇതെല്ലാം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ബിനാമികളുടേതാണ്. അപ്പൊ പിണറായി വിജയൻ എന്ത് ചെയ്യാൻ കഴിയും? പിണറായി വിജയൻ പറഞ്ഞു, ഇടാ ഒരാളെ അവിടെ വെക്കടാ, ആരും ഇല്ലെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നവീൻ ബാബുവിനെ വെക്കുന്നത്. ഈ മനുഷ്യർ അവിടെ ചെന്നാണ് ഈ പിടുത്തം പിടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതറിയാം. അങ്ങനെ ഇത് പോകുമ്പോഴാണ് ഈ കണ്ട അക്കടിയെല്ലാം ഉണ്ടായത്. ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ ആ ബന്ധുത്വത്തിലുള്ള ഒന്നും അറിയാത്തത് അഭിനയിക്കുന്ന ഒരാളുണ്ടല്ലോ, കള്ള ഒപ്പിട്ട ആള്, എനിക്ക് 2 ഒപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആ പലനാൾ കള്ളൻ പിടിയിലാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ PP ദിവ്യ ഉൾപ്പെടെ ആ പലനാൾ കള്ളനെ ഒക്കെ പിടിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ അന്വേഷണം പോയി. ഈ അന്വേഷണം പോയാലാണ് യോഗേഷ് ഗുപ്ത. അത് അങ്ങനെയുള്ള വിരലിലെണ്ണാവുന്ന കുറെ ഉദ്യോഗസ്ഥർ നമുക്ക് ഇന്നും ഉണ്ട്. അത് കേന്ദ്രത്തിലുണ്ട്, കേരളത്തിലുണ്ട്. ഓർമ്മയില്ല നമ്മൾ ഇഷ്രാജ് സിംഗിനെ? അതെ അതെ അതെ. എനിക്ക് നിങ്ങൾക്കൊക്കെ ആരാധനയായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആരാധനയായിരുന്നു. അത് ഇന്നും ആരാധനയുണ്ട്. അതെ, മലയാളത്തിലെ സംസാരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള കേന്ദ്ര കേഡറിലെ ഒരു ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത. അദ്ദേഹത്തിനുള്ള ഉപാധി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ. അപ്പൊ CPM നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ വെക്കുന്നു, ആ ഉദ്യോഗസ്ഥൻ ചെല്ലുന്നു, അദ്ദേഹം ചെന്ന് റൂട്ടുകൾ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കാണാം കണ്ട ഭൂമിയെല്ലാം ഇവർ കയ്യേറിയിട്ടുണ്ട്. ശരി. ഇപ്പൊ ഈ യോഗേഷ് ഗുപ്തയ്ക്ക് ഇത് NOC കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ പ്ലേറ്റ് മാറ്റാൻ എന്തുണ്ടായി? പത്രങ്ങളിലൊക്കെ വാർത്തയായി.
വാർത്തയായി സാമൂഹ്യ മാധ്യമം അത്രയും പണ്ട് ബഹുമാനപ്പെട്ട ശശി സാറ് ഇരുന്ന പോലത്തെ അന്തരീക്ഷമല്ലെന്ന് ശശി സാറിന് ഇപ്പൊ മനസ്സിലായി. ശശി സാറ് പണ്ട് അവിടെ കാണിച്ച കേളികളൊക്കെ എല്ലാവർക്കും അറിയാം. ശശി സാറിന് പി ശശി അല്ലേ? ശശി സാറ് അവിടെ കാണിച്ചിരുന്ന കേളികളൊക്കെ എല്ലാവർക്കും അറിയാം. ആ കേളികൾ ഇനി നടപ്പാകില്ലെന്ന് ശശി സാർ അറിയുന്നു. കാര്യം സാമൂഹ്യ മാധ്യമം അത്ര അലർട്ടാണ്. എന്തിന്? ട്രംപ് വരെ തിരിച്ച് അധികാരത്തിൽ വന്ന സാമൂഹ്യ മാധ്യമത്തിന്റെ ബലത്തിലല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഇനി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ അദ്ദേഹം ഉപാധികളൊന്നും അംഗീകരിച്ചിട്ടില്ല. എനിക്ക് DGP പോസ്റ്റ് വേണമെന്ന് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്നെ ഉണ്ടാക്കി നീയൊക്കെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരു ഒപ്പ് മാത്രം ഇട്ടാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം അന്തസ്സുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ ഒട്ടും വരാൻ പോകുന്നില്ല. ഇനി അദ്ദേഹം പോയി ചെയ്യാൻ പോകുന്നത് ED ആയിട്ട് പോയിട്ട് ഒരു നല്ല A ക്ലാസ് കുരുക്കങ്ങ് കുരുക്കും. ഭരണത്തിൽ പോലും ഇനി കാണത്തില്ല ചിലപ്പോ. നിങ്ങൾ നോക്കിക്കോ, വിയർക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും കാണാം. ആര്? ഈ മുഖ്യമന്ത്രിയും മകളും ഒക്കെ. ഓൾറെഡി അന്വേഷണം ഉണ്ട്. അന്വേഷണം ED ഉണ്ടാവും. പ്രേമേ അന്ന് നമുക്ക് കാണാം. പ്രേമേ അല്ല, ഓൾറെഡി വീണയ്ക്കെതിരെ ഇപ്പോഴും ഓൾറെഡി അന്വേഷണം ഉണ്ടല്ലോ. ഇവര് പറയും, ഈ മൈതാന പ്രസംഗത്തിൽ CPM നേതാക്കൾ പറയും, മറ്റേ നേതാവ് കൊച്ചിയിൽ ഒരാളെ ED ഉദ്യോഗസ്ഥൻ കൈക്കൂലി ചോദിച്ചെന്ന് പറഞ്ഞല്ലേ? എല്ലാത്തിനകത്തും കള്ളന്മാരില്ലേ? ഇല്ലേ? ഉണ്ട്. എല്ലാത്തിനകത്തും ഉണ്ട്. ഒരു 10 അരിമണി എടുത്ത 2 പോട് അരി കാണത്തില്ലേ? ഉറപ്പായിട്ടും. അതുപോലെ 2 പോട്, അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പറഞ്ഞ പോലെ EDക്ക് അധികാരമുണ്ട്. ED പോകുക, അത് ഇദ്ദേഹം പോയി, ഇദ്ദേഹത്തിന്റെ സ്ഥലമാറ്റമുണ്ടോ, ഇദ്ദേഹം ചെല്ലും, ഏവരെ കുരുക്കും. ഇവിടെ അഴിയാത്ത കുരുക്ക് അവിടെ കുരുങ്ങും. അപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്ക് ചെയ്യാനുള്ള ഇനി ഒപ്പിട്ട് കിട്ടാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി അദ്ദേഹത്തിന് ഇവിടെ DGP ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്തസ്സുള്ള ആളാണെങ്കിൽ ഇവിടുത്തെ DGP പോസ്റ്റ് തൂങ്ങേണ്ട കാര്യം എന്തെന്ന്? അപ്പൊ അജിത് കുമാറിന് ഉറപ്പിക്കാവോ? എനിക്ക് തോന്നുന്നു പ്രേമ അജിത് കുമാറിന് ഉറപ്പിച്ചു കൊടുക്കും. എങ്കിലേ കച്ചവടം ഉറപ്പാവുള്ളൂ. കാര്യം നിരവധി കാര്യങ്ങളുടെ ഡേറ്റാസ് അജിത് കുമാറിന്റെ കയ്യിലുണ്ട്. സ്വർണ്ണ തട്ടിപ്പ് കേസ് മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ ഇങ്ങേയറ്റം സരിതയുടെ കേസ് വരെയുള്ള പേപ്പറുകൾ ഉണ്ടെന്നൊക്കെയാണ് ശക്തിധരനൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ശക്തിധരൻ ഇപ്പൊ നോട്ടപ്പുള്ളിയാണ്, അറിയാമല്ലോ. G ശക്തിധരൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CPM-നെ അന്ധമായി ആര് വിശ്വസിച്ചിട്ടുണ്ടോ? എന്തിന് P ജയരാജ് ഇപ്പൊ കണ്ണൂർ ആരാണ് പാർട്ടിയിൽ? ഞാനെന്തിനു പറയണം? തെളിവ് മുമ്പ് ഇരിക്കുകയല്ലേ. P ജയരാജേട്ടൻ ഇപ്പൊ എന്താണ് പാർട്ടിയിൽ? P ജയരാജേട്ടൻ എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. P ജയരാജൻ ഇപ്പൊ പാർട്ടിയിൽ ആരാ? ഇപ്പൊ വലിയ പ്രസക്തി ഇല്ലാണ്ടായി. പാർട്ടിയിലെ പ്രമുഖർക്ക് അംഗത്വം കൊടുത്തവരെ ഇന്ന് ഈ പാർട്ടിക്കാർ തിരിച്ചറിയുന്നുണ്ടോ? എന്തിന്? കൈരളിയിൽ ദേശാഭിമാനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളവരുണ്ട് പലർക്കും. അവരെയൊക്കെ ഇന്ന് ഈ തലപ്പത്തിരിക്കുന്ന പലരും അറിയോ? ഒരു സഞ്ജയ് നോക്കി ജൂബൈയിട്ട് നടന്ന കഥയൊക്കെ ഡൽഹിയിൽ ഞാൻ ദേശാഭിമാനി ബൈലയും കണ്ടിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിന്റെ. ഇന്ന് ഈ ബ്രിട്ടാസ് എവിടെ നിൽക്കുന്നു? എന്തിന് അദ്ദേഹത്തിന് CC-യിൽ അംഗമാക്കി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ? അവിടുത്തെ ഈ ഫയൽ അനങ്ങുന്നുണ്ടോ എന്നറിയാൻ, ബേബി അടുത്ത ഏത് കുരുക്ക് കുരുക്കുന്നു എന്നറിയാൻ, ബേബി അടുത്ത ഏത് കുരുക്ക് കുരുക്കുന്നുണ്ടോ അറിയാൻ. ബേബി കുരുക്കും. നമുക്ക് കാണാം. ഏതായാലും നമുക്കിതിൽ ഒന്നേ പറയാനുള്ളൂ, യോഗേഷ് ഗുപ്ത അന്തസ്സുള്ള ഓഫീസറാണ്. അദ്ദേഹം ഇവിടെ തിരിച്ചൊന്നും വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിനുള്ള പേപ്പർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. അദ്ദേഹം പോയിക്കോട്ടെ.